ഹായ്, ഇന്നത്തെ ദിവസത്തേക്ക് എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് വന്നേക്കുന്നതേ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. ആ സംശയത്തിൻ്റെ ഉത്തരം തേടി ആണ് ഞാൻ ഇന്ന് വന്നേക്കുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ എനിക്കൊന്ന് പറഞ്ഞു തരണം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഒരുപാട് വർഷമായി, ഒത്തിരി ആയില്ലേ നമ്മൾ ഈ പ്ലാസ്റ്റിക്കൊക്കെ നിർത്തലാക്കിയിട്ട് ഒത്തിരി ആയി തോന്നുന്നുണ്ട് അല്ലേ? എന്ത് നിർത്തലാക്കിയിട്ട് വീണ്ടും നമ്മളെ വീട്ടിലേക്ക് പ്ലാസ്റ്റിക് കവർ എത്തുന്നത് എന്തുകൊണ്ടാണ്? അങ്ങനെ നിർത്തലാക്കുമ്പോൾ ഇപ്പം പ്ലാസ്റ്റിക് നിർത്തലാക്കുകയാണ്. നമ്മളൊരു സാധനമൊക്കെ മേടിച്ച് കടയിൽ പോയി ചോദിക്കുകയാണ്, ഒരു കവറിന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ തരില്ല. അവർ പറയുന്നൊരു ഇതുണ്ട്, ഉത്തരവുണ്ട്. എന്താണെന്നറിയാം, കവർ കൊടുക്കാൻ പാടില്ല. പ്ലാസ്റ്റിക് കവറ് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഫൈനാണ്. നമുക്ക് മുളക് പൊടി തരുന്ന ഏതിനകത്താ, മല്ലിപ്പൊടി തരുന്ന ഏതിനകത്താ, സാമ്പാർ പൊടി വരുന്ന ഏതിനകത്താ, നമുക്ക് തരുന്ന എല്ലാ സാധനങ്ങളും പ്ലാസ്റ്റിക് കവറിൽ തന്നെയല്ലേ നമുക്ക് തരുന്നത്. അപ്പോൾ നിർത്തലാക്കേണ്ടത് എവിടെ തൊട്ടായിരുന്നു? നമ്മളിപ്പോൾ ഒരു മരം ഉണങ്ങണമെങ്കിൽ അതിൻ്റെ തലയല്ല ഉണക്കേണ്ടത്, വേരാണ് ഉണക്കേണ്ടത്. വേര് ഉണക്കിയിട്ട് വേണം തലേൻ്റെ അടുത്തേക്ക് എത്താൻ വേണ്ടിയിട്ട്, ഉണങ്ങിയിട്ട് അല്ലേ? അങ്ങനെയാണെങ്കിൽ അവരാദ്യം നിർത്തലാക്കേണ്ടത് പാക്കിംഗ് ആയിരുന്നു. പാക്കിങ് പാടില്ല, പ്ലാസ്റ്റിക് കവറിൽ പാടില്ല പാക്കിങ്. അങ്ങനെയാണ് അവർ ചെയ്യേണ്ടതായിരുന്നു. ഇപ്പം ചെയ്യുന്ന എന്താ, പ്ലാസ്റ്റിക് കവറിൽ പാക്ക് ചെയ്യുക, നമുക്ക് തൂക്കി കൊണ്ടുവരാൻ പാടില്ല. കവറിൽ 50 പൈസൻ്റെ കവറിലിട്ടിട്ട്, 50 പൈസൻ്റെ അല്ല കേട്ടോ, പൈസ കൂടിയിട്ടുണ്ട്, ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ കവറിൽ നമുക്ക് തൂക്കിയിട്ട് വീട്ടിൽ കൊണ്ടുവരാൻ പാടില്ല. അത് മോശമാണ്, അത് ചെയ്യാൻ പാടില്ല. പക്ഷേ പ്ലാസ്റ്റിക് കവറിനകത്ത് എല്ലാ സാധനങ്ങളും പാക്ക് ചെയ്യുക. ഇപ്പോൾ ബേക്കറി കടയിൽ പോയിട്ടാകുമ്പോൾ നമുക്ക് ഏതിനകത്താണ് തരുന്നത്? സഞ്ചി കൊണ്ടുപോയിട്ട് സഞ്ചിക്കകത്താണ് തരുന്നത്, അല്ലല്ലോ. നമുക്ക് തരുന്നത് പ്ലാസ്റ്റിക്കിനകത്ത് തന്നെയല്ലേ. അപ്പം നിർത്തലാക്കേണ്ട അവരവിടെയായിരുന്നു. അത് നിർത്തലാക്കിയില്ല. എന്നിട്ട് വീട്ടിൽ നിന്ന് അഥവാ വന്നിട്ട് അവർക്ക് പ്ലാസ്റ്റിക് കൊടുത്തില്ല എങ്കിൽ, സ്വന്തം വീടാണെങ്കിൽ 20,000 രൂപ ഫൈന് അല്ലേ? അങ്ങനെയല്ലേ പറയുന്നത് കേട്ടോ, അങ്ങനെയാണ് തോന്നുന്നുണ്ട് കേട്ടോ. എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. അറിയുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്കൊന്ന് പറഞ്ഞു തരണം. നമുക്ക് ശരിക്കും പ്ലാസ്റ്റിക് കവറിനെ കൊണ്ടൊന്നെല്ലാം തോന്നുന്നുണ്ട് ഒരുപാട് ബുദ്ധിമുട്ട്. നമുക്ക് ശരിക്കും ബുദ്ധിമുട്ട് വരുന്നത് എന്തുകൊണ്ടാണ്? കിച്ചൺ വേസ്റ്റാണ് നമുക്ക് നാറുക. നമുക്ക് ഒരു ദിവസം കിച്ചൺ വേസ്റ്റ് നമ്മളിപ്പോൾ കളഞ്ഞില്ല എന്ന് വിചാരിച്ചോ, നമുക്ക് അവിടെ നിൽക്കാൻ പറ്റുമോ? കിച്ചണിൽ നിൽക്കാൻ പറ്റുമോ? കിച്ചണിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല അല്ലേ? അതെടുക്കാനൊന്നും എന്താ പറയുക, മിക്ക സ്ഥലങ്ങളിലും ആളില്ല. ഞാൻ കണ്ടെടുത്തോളൂ. അതെ, ഞാൻ കുറേ ഭാഗത്ത് ഞാൻ വാടകയ്ക്ക് താമസിക്കുന്ന ആളാണ്. ഇപ്പം ഞാൻ വാടകയ്ക്കല്ല, ഇപ്പം ഞാനൊരു കുഞ്ഞു വീടെടുത്തിട്ടുണ്ട്. അപ്പോൾ അന്നേരം പ്ലാസ്റ്റിക് എടുക്കാൻ വന്നു. അന്നേരമാണ് എനിക്ക് ഈ ഒരു വീഡിയോ ചെയ്യണം, നിങ്ങളോട് ഇതൊന്ന് ചോദിക്കണം എന്ന് എനിക്ക് തോന്നിയത്. അതുകൊണ്ടാണ് കേട്ടോ. ഞങ്ങൾ വാടകയ്ക്കായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. അവിടെയൊക്കെ ഞങ്ങൾ വേസ്റ്റ് കളയാൻ വേണ്ടി കഷ്ടപ്പെട്ടത് ചില്ലറയൊന്നുമല്ല. അവിടെ നിന്ന് വേസ്റ്റ് എടുക്കാൻ ഇതുവരെ ആൾ വരുന്നത് ഞാൻ കണ്ടില്ല. അവരാകെ വരുന്നത് എന്താണെന്നറിയോ, കുപ്പി എടുക്കുക, പിന്നെ പ്ലാസ്റ്റിക് കവർ എടുക്കുക. അത് പ്ലാസ്റ്റിക് കവർ നമ്മൾ വെറുതെ കൊടുത്താൽ പോരാ. അവർക്ക് എങ്ങനെ കൊടുക്കണമെന്നറിയാം, കഴുകി ഉണക്കി എന്നിട്ടൊക്കെ വേണം നമ്മളത് അവരെ കയ്യിൽ ഏൽപ്പിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ആദ്യം ഇത്രയും പൈസയും കൊടുത്ത സാധനം മേടിച്ച് വീട്ടിൽ കൊണ്ടുവന്നിട്ട്, നമുക്ക് സ്ഥലമുള്ള ആൾക്കാരാണെങ്കിൽ പോലും, ഇനിയിപ്പം നമ്മളെ പോലെ എന്നെ പോലെയല്ല, മിക്കവർക്കും ഒരുപാട് സ്ഥലമൊക്കെ ഉള്ള ആൾക്കാരുണ്ടാവും അല്ലേ, അവർക്കത് കത്തിച്ച് കളയാൻ വേണ്ടിയിട്ട് പാടില്ല. അപ്പം എന്താണ്, പുക നിറഞ്ഞിട്ട് അങ്ങോട്ട് എന്താ പറയുക, എല്ലാ ഇതും അങ്ങ് പ്രശ്നങ്ങളാണ്. ആ 4 കവർ കത്തിക്കുന്നതിനാണ് പ്രശ്നങ്ങൾ. അല്ലാതെ നമ്മളിപ്പോൾ കണ്ടില്ലേ ഇവിടെ പിന്നെ കവറ് കത്തിയിട്ട് എന്തോരം വേസ്റ്റ് ആയിരുന്നു. കവർ കൊണ്ടുപോയിട്ട് കത്തിച്ച് വേസ്റ്റ് ഇട്ടിട്ട് എന്തോരം ദിവസമായിരുന്നു നമ്മൾ ആ മണവും സഹിച്ചുകൊണ്ട്. അതും എന്തോരം അകലെയാണെന്നറിയോ ആ മണമൊക്കെ വന്നേക്കുന്നത്. ആ നാറ്റം വന്നിട്ട് നമുക്ക് ഇരിക്കാനും നിൽക്കാനും പറ്റാത്ത അവസ്ഥയിലായിരുന്നു. നമുക്ക് റോഡ് മേലെ കൂടെ വണ്ടിയും കൊണ്ട് പോകാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. നിങ്ങൾക്ക് അറിയായിരിക്കും അല്ലേ ആ സ്ഥലം, കരിമുകൾ അങ്ങനെ എന്തോ ആണ് ആ സ്ഥലത്തിൻ്റെ പേര് പറയുന്നത് തോന്നുന്നുണ്ട്. എത്ര ദിവസം കത്തിയിട്ടുണ്ടായിരുന്നു ഇല്ലേ? കത്തിയിട്ടില്ലേ? എന്തോരം ജനങ്ങൾ ആ പുക ശ്വസിച്ചുകൊണ്ടാണ് നമ്മൾ റോഡ് മേലെ കൂടെ പോയത് ഇല്ലേ? അനുഭവിച്ച ആൾക്കാർ കുറേ ഉണ്ടാവുമായിരിക്കും അല്ലേ? അതൊന്നും പ്രശ്നമല്ല. ഇനിയിപ്പോൾ ഇവർ വേസ്റ്റ് എടുക്കാൻ വേണ്ടി വരുന്നത്, പ്ലാസ്റ്റിക് എടുക്കാൻ വേണ്ടി വരുന്നത്, ഇപ്പോൾ എൻ്റെ വീടിൻ്റെ ചുറ്റുപരിസരം ഞാൻ കാണിച്ചു തരാം. ഞാനൊരു ദിവസം അതിൻ്റെ വീഡിയോ ഇടുന്നുണ്ട്. ഞാൻ എടുക്കാൻ പോയിട്ടില്ല, ഞാൻ പോയി നോക്കിയിട്ടുണ്ടായിരുന്നു ആ സ്ഥലം. അന്നേരം എനിക്ക് വീടിൻ്റെ അടുത്ത് തന്നെയാണ്. ഞാൻ അന്നേരം എൻ്റെ കയ്യിൽ ഫോണില്ലായിരുന്നു, അത് കാരണം ഞാനത് എടുത്തിട്ടില്ല. ഇവർ നമ്മളെ വീട്ടിൽ നിന്ന് മേടിച്ച് കൊണ്ടുപോയിട്ട് പല സ്ഥലങ്ങളിലുമാണ് അത് ഒഴിവാക്കുന്നത്. മിക്കവരും നമ്മളെ വീട്ടിൽ നിന്ന് 50 രൂപ ശേഖരിക്കുക എന്നുള്ളത് മാത്രമാണോ ഇവരുടെ ലക്ഷ്യം? അതെനിക്ക് അറിയണമായിരുന്നു. അത് എന്താ പറയുക, ഞാൻ ഈ ചോദിക്കുന്നതും പറയുന്നതും തെറ്റാണെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ഞാൻ ഈ പറഞ്ഞത് തെറ്റാണ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ഞാനിപ്പം ഇടയ്ക്ക് ഇങ്ങനെ നടന്ന സമയത്ത് വേസ്റ്റും ഒരുപാട് പ്ലാസ്റ്റിക് സാധനങ്ങളും അതെന്ത് ചെയ്യും? അത് നമ്മളെ സ്ഥലത്തിട്ട് കത്തിച്ച് അങ്ങ് കളയുന്നതാണ് ഇവർക്ക് പ്രശ്നം.
അന്നേരം ഇവർക്ക് പൈസ കിട്ടില്ല, ഇവർക്ക് ഫൈനാക്കാൻ പറ്റില്ല, ഇവർക്ക് പൈസ ഇവരുടെ അടുത്ത് കിട്ടില്ല. ഇതൊക്കെയാണ് അവരുടെ ഇത്. അല്ലാണ്ട് നമ്മളെ ഇപ്പം എന്താ പറയാ നല്ല രീതിയിൽ ജീവിപ്പിക്കുക എന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ഉണ്ടോ? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? വേണ്ട. ഇനിയിപ്പം നമ്മൾ റോഡുമേൽ ഇറങ്ങിക്കോട്ടെ. റോഡുമേൽ ഇറങ്ങുമ്പോൾ എന്താ ഉള്ള കുണ്ടും കുഴിയും അതും ഇതും ഒക്കെയാണ്. എന്നിട്ട് കുഴിയിൽ വീണിട്ട് നമ്മൾ ഒരാൾ മരിച്ചു കഴിഞ്ഞാലും അതൊന്നും പ്രശ്നമല്ല. അതൊരു ഫൈനും ഇല്ല, ഒരു പ്രശ്നവും ഇല്ല, ഒരു കാര്യമില്ല. നമ്മൾ അഥവാ ഒരു 2 മിനിറ്റ് ഹെൽമെറ്റ് ഇടാണ്ട് ഒന്ന് വീട്ടിൽ നിന്ന് പുറത്ത് ജസ്റ്റ് അപ്പുറത്തെ വീട്ടിലേക്കൊന്ന് പോക്കോട്ടെ, അപ്പോൾ പോലീസുകാരുണ്ടാവും ഇങ്ങനെ നിന്നിട്ട്. എവിടെ നിൽക്കുന്നതെന്നറിയാം അവര്. ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നല്ല കേട്ടാ. അവരെവിടെയാ നിൽക്കുന്നത്? എവിടെയാ? ടേണിങ്ങിൽ. പെട്ടെന്ന് കണ്ട് പേടിച്ച് പോലീസുകാരെന്നും പറഞ്ഞ് അവിടെ തന്നെ ചിലപ്പോൾ ചാവും. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അവർ നിന്നിട്ട് എന്തിനാ ഫൈനാക്കുന്നത്? ഇവർക്ക് പൈസ പോക്കറ്റിലിടാൻ വേണ്ടിയാണ്. എല്ലാം ഒന്ന് പറയാൻ പറ്റുമോ? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ നമ്മളെല്ലാം എടുക്കുന്നെന്നുള്ളത്? ആണെന്നുള്ള തെളിവ് എനിക്കറിയാം. ഞാൻ കുറേ എനിക്ക് കേട്ടിട്ടും അറിഞ്ഞിട്ടുമുണ്ട്. ഇത് മൊത്തം പൈസ ഒന്നും ഇവരങ്ങ് കൊണ്ടിട്ട് അടക്കുകയോ ആക്കും പിടിക്കുകയോ എന്നല്ല ചെയ്യുന്നത്. ഇവരുടെ മിക്കവരുടെയും പോക്കറ്റിലാണ് ഈ പൈസ പോകുന്നത്. ഞാൻ അവരെ കുറ്റപ്പെടുത്തുന്നൊന്നല്ല കേട്ടാ. അത് അവരുടെ ഡെയിലി അവർ ചെയ്തോട്ടെ. അതെന്തോ അത് നമുക്ക് അറിയേണ്ട കാര്യമില്ല. പക്ഷെ ഈ കുഴിയിൽ വീണിട്ട് ഇത്രയും അപകടം സംഭവിക്കുന്നത് ഇതല്ല. എന്നിട്ട് എന്താ ചോദിക്കുമ്പോൾ പറയുന്നത് എന്താണെന്നറിയാം? ഹെൽമെറ്റ് ഇട്ടില്ലെങ്കിൽ നിങ്ങളുടെ ജീവന് സുരക്ഷിതത്വം വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. എന്ത് സുരക്ഷിതത്വം? ആദ്യം നമ്മൾ റോഡ് നന്നാക്കണം, ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യണം. ഇതേപോലെ ഈ വേസ്റ്റ് ഇതാണെങ്കിൽ നമുക്ക് പുകയാണ് അല്ലെ വേറെ എന്തെങ്കിലും ഇതിനെ കൊണ്ട് ബുദ്ധിമുട്ട് ഇവർ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിനുള്ള നടപടികളും കാര്യങ്ങളും ഭംഗിയായിട്ട് ചെയ്യണം. അല്ലാണ്ട് എല്ലാവരും ഇങ്ങനെ എന്താ പറയുക പിഴിയ എന്നുള്ളതാണ് ഇതിനെ കൊണ്ട് എനിക്ക് മനസ്സിലായത്. എന്താണെന്നറിയോ? ജനങ്ങളെ പിഴിയ. അതെന്ന് വെച്ചാൽ നമ്മൾ വിചാരിക്കും ജനങ്ങൾ പൊട്ടന്മാരായതുകൊണ്ട് ഇവർക്ക് കൊടുക്കുകയാണെന്ന്. അല്ല, പലവർക്കും മിക്കവർക്കും ഇതിൻ്റെ പുറകെ പോവാനായിട്ട് താല്പര്യമില്ല. കാരണം എന്താ? എന്തെങ്കിലും ഒന്ന് വാ തുറന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു പ്രശ്നം വേറെ ഒരു പ്രശ്നത്തിലേക്ക് കൂടെ അവരെ ഇതാക്കും. അതുകൊണ്ടാണ് ആരും അനങ്ങാണ്ട് സ്വയം നമ്മൾ പൊട്ടനാവുകയാണ് എന്ന് അറിഞ്ഞിട്ട് പൊട്ടത്തിയാവാണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ നിന്നു കൊടുക്കുകയാണ് മിക്കവരും. അല്ലാന്ന് പറയാൻ പറ്റുമോ? ആണ്, അതാണ് ശരി. അപ്പം അത്ര എന്ന് പറഞ്ഞാൽ പുകയും കാര്യങ്ങളും ഉണ്ടായിട്ട് അതിനൊന്നും ഇതാക്കാനോ ചെയ്യാനോ പറ്റില്ല. അതായിരിക്കും പ്രശ്നമായിരുന്നില്ല. ഇത് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടത് ഞാൻ ആരെയും വെറുപ്പിക്കാൻ വേണ്ടിയോ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടിയോ അതിന് 1000കണക്കിന് എനിക്ക് നെഗറ്റീവ് കമൻറ്റ് വരാൻ വേണ്ടിയോ ഒന്നുമല്ല കേട്ടാ. ഞാൻ എനിക്ക് തോന്നിയൊരു സംശയം ഏതായിരുന്നു ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അവരാദ്യം നിർത്തണമായിരുന്നു പ്ലാസ്റ്റിക് അല്ലേ? അവർ പിന്നെയും പാക്ക് ചെയ്യുന്നത് ഏതിനകത്താണ്? പ്ലാസ്റ്റിക്കിനകത്തല്ലേ പാക്ക് ചെയ്യുന്നത്? അതല്ലേ നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇവർക്ക് എന്താ ഇതാണോ ആവശ്യം? എന്താണ് ഇവരുടെ ലക്ഷ്യം? എന്താണ്? എനിക്കിപ്പോഴും മനസ്സിലാകാത്തൊരു കാര്യമാണ് കേട്ടോ. എനിക്കൊരുപാട് ഇതൊന്നുമില്ല, അറിവൊന്നുമില്ല ഇതിനെക്കുറിച്ച്. എന്നാലും ഉള്ള അറിവ് വെച്ചിട്ട് ചോദിക്കുകയാണ് ഇവരെന്താ ഇതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന്. ആദ്യം നിർത്തലാക്കേണ്ട എന്തായിരുന്നു? പാക്കിങ് വേണം ആദ്യം നിർത്തലാക്കാനായിട്ട്. അല്ലാണ്ട് ജനങ്ങൾ ഒരു രൂപേൻ്റെ കവർ മേടിക്കുന്നതിന് അവിടെയല്ല നിർത്തലാക്കേണ്ടത്. എൻ്റെ ഒരു ഇതാണത് കേട്ടാ. എൻ്റെ ഒരു സംശയവും ചോദ്യങ്ങളും ആണിത്. ഇതിന് ഉത്തരം തരാൻ എല്ലാവരും ബാധ്യസ്ഥരാണ്. ഇതിൻ്റെ ബന്ധപ്പെട്ടവർ ഇതിനൊക്കെ എല്ലാവർക്കും ജനങ്ങൾക്ക് എൻ്റെ മാത്രം ചോദ്യങ്ങളല്ല ഇത് കേട്ടാ. എന്നെപ്പോലത്തെ ഒരുപാട് അമ്മമാരുണ്ട്, അവരുടെ ചോദ്യങ്ങളാണ് ഞാൻ ചോദിക്കുന്നത്. ഒരുപാട് ആൾക്കാർ നിശബ്ദമായിട്ട് നിന്നുകൊണ്ട് ഇങ്ങനെയാണ് എന്ന് അറിഞ്ഞിട്ട് മിണ്ടാണ്ടിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവരെക്കും കൂടെ വേണ്ടിയാണ് ഞാൻ ഈ ചോദ്യം ചോദിക്കുന്നത്. എനിക്കറിയുന്ന ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ വിചാരിച്ചതാണ്. ഞാനിപ്പോൾ കടയിൽ പോകുന്ന സമയത്ത് നമുക്ക് മുളക് പൊടിൻ്റെ പാട്ടം ഉണ്ടായി പോരെ, നമുക്ക് മുളക് പൊടി ഇടുന്ന ബോട്ടിൽ കൊണ്ടുപോകണം. അതിനകത്ത് മുളക് പൊടി മേടിച്ചിട്ട് വേണം പ്ലാസ്റ്റിക്കിൻ്റെ കവർ ആ കടയിൽ വേണം നമ്മൾ ഇടാനായിട്ട്. അവരെന്താണെന്ന് വെച്ചാൽ ചെയ്തോട്ടെ, നമ്മൾ ഇതിന് തരേണ്ട കാര്യം. നമുക്ക് സാധനം ഇടാൻ ബോട്ടിലുണ്ടല്ലോ, അതും കൊണ്ട് പോകണം. അല്ലെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും ഇതാക്കിയിട്ട് തുണിസഞ്ചിയോ അങ്ങനെ എന്തെങ്കിലും നമ്മൾ ഉണ്ടാക്കണം, നമ്മൾ അതിനകത്ത് മേടിച്ചങ്ങ് കൊണ്ടുവന്നേക്കണം. പ്രശ്നം തീർന്നില്ല അല്ലേ? ഇവരിത് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ നിർത്തലാക്കടോ ആദ്യം. പ്ലാസ്റ്റിക് കവറിലും ചെയ്യുന്ന പാക്ക് ചെയ്യുന്ന കാര്യങ്ങളങ്ങ് നിർത്തലാക്ക്. നിങ്ങൾ ജനങ്ങളെടുത്തല്ല വന്നിട്ട് കവർ ചോദിക്കേണ്ടത്. നമ്മളോട് എന്തിനാ വന്നിട്ട് കവറിൻ്റെ പൈസ ചോദിക്കുന്നത്? അല്ല എന്തിന് നിങ്ങൾ ഓരോ വീട്ടിലേക്ക് ഇങ്ങനെ ഇതാക്കിയിട്ട് ഇങ്ങനെ അയക്കുന്നത്? അതിന് എനിക്കൊന്നും ഒരു ഉത്തരം വേണമായിരുന്നു. അതുകൊണ്ട് മാത്രം പറഞ്ഞതാട്ടാ, അല്ലാണ്ട് വേറെ ഒന്നും ഉണ്ടായിട്ട് പറഞ്ഞതൊന്നുമല്ല. എനിക്ക് നല്ല ദേഷ്യമായിട്ട് അത് മനസ്സിൽ കിടക്കും. 50 രൂപ അവർക്ക് കൊടുക്കുന്നത് കൊണ്ടോ അല്ലെ അതൊന്നുമല്ല ഞാൻ പറയുന്നത്. 50 രൂപയല്ല, അവർക്ക് 100 രൂപ വേണമെങ്കിൽ അവർക്ക് ഭക്ഷണം കഴിക്കാനായിട്ടോ അല്ലെ നമുക്ക് നമ്മളൊരു കഷ്ടപ്പെട്ട ആൾക്കെല്ലാം. ഞാനെല്ലാം മിക്ക സ്ഥലത്തും പോയിട്ട് ലോട്ടറിയെല്ലാം ചിലപ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് എടുക്കും. ഞാൻ വെച്ചാൽ നല്ല ആരോഗ്യമുള്ളവരുടെ അടുത്ത് നിന്നായിരിക്കില്ല കൂടുതലെടുക്കുക, ചിലപ്പോൾ പ്രായമായ അമ്മമാരുടെ അടുത്ത്. അങ്ങനെയൊക്കെ നമ്മൾ എടുക്കുക. അതെന്തിനാണെന്നറിയാവാ? അവരെന്തെങ്കിലും ജീവിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ടാ. ഇവർക്ക് 100 രൂപ കൊടുക്കാം. നമ്മൾ 50 രൂപ ഈ കവർ എടുക്കാൻ വരുന്നവരല്ലേ നമ്മൾ 100 രൂപ കൊടുക്കാം.
അത് അവർക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി മാത്രം. അത് ഇവർ കവറെടുക്കാൻ വരുന്നതിൻ്റെ രീതിയിൽ അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് കൊടുക്കാൻ ഇഷ്ടം ഇച്ചിരി കുറവാണ്. അതുകൊണ്ട് പറഞ്ഞതാണ്. ഉള്ളവരവിടെ നിന്ന് കത്തിക്കട്ടെ, 4 കവറല്ലേ ഉണ്ടാവുള്ളൂ. വീട്ടിൽ നിന്ന് കത്തിക്കട്ടെ, എന്താ പ്രശ്നം? വീട്ടിൽ കത്തിക്കാൻ സൗകര്യമുള്ളവർ അങ്ങനെ കത്തിക്കട്ടെ. ഇത് നിങ്ങളിത് കൊണ്ടുപോയിട്ടുള്ള നാട് നിറച്ച് റോഡുമിൽ നമ്മളിപ്പം എന്താ പറയുക, ഈ കാക്കനാടാന്ന് തോന്നുന്നു, കാക്കനാട് പോകുന്ന വഴിക്ക് നിങ്ങളൊന്ന് നോക്കിയേ, ആരെങ്കിലും ഒന്ന് ചെന്ന് നോക്കിയാൽ മതി. റോഡുമിൽ മൊത്തം നിറഞ്ഞു കിടക്കുന്ന പ്ലാസ്റ്റിക് കവറ്. എന്തേ എടുത്ത് വീട്ടിൽ നിന്ന് കൊണ്ടുപോയിട്ട് റോഡുമിൽ ഇടാൻ? പിന്നെ നമുക്കങ്ങ് റോഡുമിൽ ഇട്ടാൽ പോരെ? ഇതിന് ആൾക്കാർ വേണ്ട ആവശ്യമുണ്ടോ നമുക്ക്? നമ്മളിവിടുന്ന് 50 രൂപയും കൊടുത്തിട്ട് നിങ്ങളെന്താ റോഡുമ കൊണ്ടുപോയിട്ടോ എന്ന് പറയാൻ വേണ്ടിയാണോ? എനിക്കറിയില്ല കേട്ടോ, എനിക്കൊന്നും മനസ്സിലാവാത്തതുകൊണ്ട് ഞാൻ ചോദിച്ചതാണ്. എവിടെ നിന്നായിരുന്നു നിർത്തലാക്കേണ്ടത്? നിങ്ങൾ പറയും അതിനുത്തരം. നമ്മൾ ഓരോ അമ്മമാരും അല്ലെ ഓരോ ആൾക്കാരും ഇറങ്ങണം, എന്നിട്ട് പറയണം, ആദ്യം അവിടെ നിർത്തലാക്കാൻ പറയണം. നമ്മളെല്ലാവരും എന്താ പറയുക, കുറച്ച് ആൾക്കാരെങ്കിലും ഇതിന് ഒരുങ്ങി ഇറങ്ങുകയാണെങ്കിൽ അവർ നിർത്തലാക്കും. കാരണം ഇവർ മനുഷ്യന്മാരെ ഉപദ്രവിക്കുക എന്നാണ് എനിക്ക് ഇതിനെ കൊണ്ട് തോന്നിയിട്ടുള്ളത്. അല്ലാണ്ട് വെറുതെ ഇതൊന്നുമല്ല, നമുക്ക് വേണ്ടി ഉപകാരം ചെയ്യുന്നതൊന്നുമല്ല. എനിക്ക് അങ്ങനെ തോന്നിയിട്ടും ഇല്ല. ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നിയെങ്കിൽ നിങ്ങളൊന്ന് പറഞ്ഞു തരണം കേട്ടോ. ഞാൻ പറയുന്നത് തെറ്റാണെങ്കിൽ നിങ്ങൾക്ക് എന്നോട് പറയാം, ഞാൻ പറഞ്ഞ ഇന്ന കാര്യങ്ങൾ തെറ്റാണ്, എനിക്ക് അറിവില്ലായ്മ കൊണ്ടാണ് പറഞ്ഞേക്കുന്നത്. നിങ്ങൾ പറയും എന്നോട്. എൻ്റെ ഈ ചോദ്യത്തിന് അറിയുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരെന്നോട് മറുപടി പറയും. അത് കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്, അതുകൊണ്ടാണ്. അപ്പം എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ, തെറ്റായിട്ട് ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അതിന് എന്താ പറയുക, മാപ്പ് ചോദിക്കാൻ തയ്യാറാണ്. ഇപ്പോഴല്ല, അടുത്തയിൽ ഞാൻ നിങ്ങളോട് ഞാൻ ഈ പറഞ്ഞത് തെറ്റാണ് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ ഞാൻ മാപ്പ് ചോദിക്കാം.